ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു വിഷയവും ചർച്ച ചെയ്യാറില്ല. അത് പരസ്പരം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും UDF ലീഡർ പ്രത്യേകിച്ച് നമ്മുടെ നഗരത്തിൽ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പലർക്കും പ്രയാസങ്ങൾ ഉണ്ടാവുകയും പല വീടുകളിലും വെള്ളം കയറുന്നൊരു സാഹചര്യമുള്ളപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സംസാരിക്കുമ്പോൾ അതിന് സമയം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ ചർച്ചയിലേക്ക് കിടക്കാമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. കാരണം ഒരു നല്ല ചർച്ച നമ്മുടെ വെള്ളക്കെട്ട് നിവാരണവുമായി ബന്ധപ്പെട്ട എല്ലാ ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. വളരെ കാലമായി വ്യത്യസ്തമായ കൗൺസിലുകൾ നിരവധി കാര്യങ്ങൾ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തി എന്നൊരു അവകാശവാദവും ഞാൻ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കൗൺസിലർ എന്നെ കൊണ്ടുവന്ന് കാണിച്ചത് നമ്മുടെ ഇപ്പോൾ മുൻ മേയറായിരുന്ന ഒരാളുടെ മകൻ്റെ ആ ഒരു അനുമോദനത്തിൻ്റെ ഒരു മെസ്സേജാണ്. അത് ഇവിടെ ഉള്ള ശ്രീ ജേക്കബ് പള്ളത്ത് ഇവിടെ ഈ ചിത്രങ്ങളിലുണ്ട്. അതേ മേയറായിരുന്ന കാലത്ത് ഇതേപോലെ തന്നെ വെള്ളക്കെട്ട്, വലിയ രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായി. തൊട്ടടുത്ത കൗൺസിൽ കുറേ നടപടികൾ ചെയ്തു, വീണ്ടും വെള്ളക്കെട്ട് വന്നു. ഇത് നമ്മുടെ നഗരത്തിൽ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ബഹളമെല്ലാം നടക്കുന്നതിൽ സ്വാഭാവികമായും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമൊക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മൾ ഈ കക്ഷി രാഷ്ട്രീയമൊക്കെ ഒഴിവാക്കി കൊച്ചി നഗരം ആഗ്രഹിക്കുന്നൊരു കാര്യം, ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നൊരു കാര്യം, വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് ഈ പ്രശ്നം കുറേ കൂടി നന്നായിട്ട് പരിഹരിക്കാൻ കഴിയും എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം. മാധ്യമങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൽ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. കൊച്ചി നഗരത്തിലെ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം വീണ്ടും വീണ്ടും ഉണ്ടാകുകയാണ്. ഇപ്പം ഞാൻ അസാധാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ അസാധാരണം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2019 നമ്മളെല്ലാം ശ്രദ്ധിച്ച വലിയൊരു മഴ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലുണ്ടായത്. അപ്പോഴാണ് മുഖ്യമന്ത്രി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രഖ്യാപിച്ചതും ഹൈക്കോടതി കേസെടുത്തുമൊക്കെ. അല്ല, ഹൈക്കോടതി അതിനു മുമ്പ് പേരണ്ടൂർ കനാലുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തുടർന്ന് കേൾക്കാൻ തുടങ്ങി, ബാറ്റേഡ് കേസായിട്ട്. ഞാൻ തന്നെ മേയറായി ആദ്യത്തെ വർഷം യാതൊരുവിധ പ്രശ്നങ്ങളും കൊച്ചിയിൽ, കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാനത് വിഷ്വൽ മീഡിയയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നിങ്ങൾ സത്യസന്ധമായി വാർത്തകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നും നഗരത്തിൽ നേരത്തെ മുതലേ പ്രശ്നങ്ങളുണ്ട്, പതിറ്റാണ്ടുകളായി തുടരുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, മുല്ലശ്ശേരി കനാല്, കാരിക്കാമുറി തുടങ്ങിയ സ്ഥലങ്ങൾ, വിവേകാനന്ദ റോഡ്, ഇതെല്ലാം കാലങ്ങളായുള്ള പ്രശ്നങ്ങളാണ്. പനമ്പള്ളി നഗർ ഒരു നല്ല മഴ ഏറ്റത്തിന് പെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ അവിടുത്തെ ആളുകൾക്കും ഈ കാര്യങ്ങൾ കുറേ അറിയാം. പക്ഷേ എല്ലാ കാലത്തും അവർ വെള്ളത്തിൽ തുടരണമെന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതല്ലാതെ ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് പലപ്പോഴും ഈ ക്ലൗഡ് ബേസ്റ്റിൻ്റെ, മിനി ക്ലൗഡ് ബേസ്റ്റിൻ്റെ സ്വഭാവമുണ്ട്. അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ മേയറായിരിക്കുമ്പോൾ പ്രശ്നമില്ലെങ്കിലും രണ്ടാം വർഷമായപ്പോഴത്തേക്കും ഒരു ക്ലൗഡ് ബേസ്റ്റ് സമാനമായ മഴ പെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പലർക്കും. ആദ്യം ഒരു 3 മണിക്കൂർ പെയ്തു, എല്ലാ കാനകളും നിറഞ്ഞു, തോടുകൾ നിറഞ്ഞു. 15 മിനിറ്റ് മഴ പിൻവാങ്ങി. പിന്നെ ഒരു 2 മണിക്കൂർ പെയ്ത് നമ്മുടെ സിറ്റി മുഴുവനും ഒരു അന്ന് 2019 പെയ്തതുപോലെ തന്നെ അത്രയും ബാധിച്ചില്ലെങ്കിലും ഏതാണ്ട് സമാനമായ ഒരു സ്ഥിതിവിശേഷം അന്നുണ്ടായി. അപ്പോൾ അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം വീണ്ടും മിനി ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാകുകയാണ്. ഞാൻ നിങ്ങളുടെ ഈ മഴയുടെ വ്യത്യസ്തമായൊരു സ്വഭാവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അതായത് ഈ ആദ്യത്തെ മഴയിൽ കൊച്ചി നഗരത്തിൽ കാര്യമായ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞാണ്, സംസ്ഥാനത്തെ പല നഗരങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. രണ്ടാമത്തെ ഒരു മഴയ്ക്കും കാര്യമായ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു രാത്രി പെയ്ത മഴയിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്, വെളുപ്പിന് തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള റോഡുകളെല്ലാം നിറഞ്ഞ് മുട്ടറ്റം വെള്ളമായി. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, കോർപ്പറേഷൻ്റെ മേയർ, ജില്ലാ കളക്ടർ, മൺസൂണിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ നമ്മുടെ ഫയറിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഇറിഗേഷൻ, കോർപ്പറേഷൻ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതാണ് ഞങ്ങളുടെ കോർഡിനേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇന്ന് പെയ്ത മഴ എത്രയാണെന്ന് ചോദിച്ചു. ആ മഴ നിങ്ങൾ കേട്ടാൽ അതിശയിക്കും. അന്നത്തെ ദിവസം 24 hours സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ റെക്കോർഡിംഗ് നമുക്ക് കിട്ടുള്ളൂ. മറ്റേ കളമശ്ശേരിയും കൊച്ചിയും പള്ളുരുത്തിയൊക്കെ കുറച്ചും കൂടി മണിക്കൂറുകളിൽ കിട്ടും. അന്ന് എറണാകുളം സൗത്തിൽ പെയ്ത് 136 മില്ലിമീറ്റർ മഴയാണ്. ഒരു ദിവസം വെളുപ്പിനെ പെയ്തില്ലേ, 2-3 ദിവസം മുമ്പ്, കഴിഞ്ഞ ആഴ്ചയിൽ.
അന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് പള്ളൂരുത്തിയിൽ 90 മില്ലിമീറ്റർ തന്നെ പെയ്തു. അന്നും പള്ളൂരുത്തിയിൽ ചില ലോലയിങ് ഏരിയാസിൽ വെള്ളം കയറി. അന്ന് അതേ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൊച്ചി എയർപോർട്ടിൽ പെയ്ത മഴ വെറും 55 മില്ലിമീറ്ററാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എറണാകുളം സൗത്ത് കിലോമീറ്ററുകൾ മാത്രം മാറിയ നമ്മുടെ കൊച്ചി എയർപോർട്ട്, തൊട്ടപ്പുറത്ത് പള്ളൂരുത്തി, 3 വ്യത്യസ്തമായ റെയിൻഫോൾ പാറ്റേൺസ് ഉണ്ടാവുകയാണ്. ഇപ്പം തന്നെ ഈ വലിയ മഴ പെയ്യുമ്പോൾ ഇടുക്കിയും ഹൈ റേഞ്ചും ഒക്കെ മഴയിൽ നിന്ന് മാറിയിരുന്നു. ഇടുക്കി പോയാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇടുക്കിയിൽ മഴയിൽ ഇവിടെ ഭയങ്കര മഴയാണ്, നേരെ തിരിച്ചല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ക്ലൗഡ് ബേഴ്സിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇത് അഡ്രസ്സ് ചെയ്യും എന്ന പ്രശ്നം നിങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഞങ്ങളത് ഗൗരവമായി കാണുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മേയർക്ക് ഉദ്യോഗസ്ഥന്മാരുമായി യോഗങ്ങളിലിരിക്കുന്നതിൽ പരിമിതിയുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവും പറഞ്ഞത്. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യും. 2, ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എൻ്റെ അടുത്ത് ശ്രദ്ധയപ്പെടുത്തിയത് ഈ ട്രാഫിക് തകരാറിലാവുന്ന പ്രശ്നം. അത് ഞാൻ പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്. ആ ഇഷ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി 3ാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, 2 സ്ഥലങ്ങളുടെ കാര്യത്തിൽ നമുക്ക് വർക്ക്, ഇപ്പോൾ മുല്ലശ്ശേരി കനാലിൻ്റെ കാര്യത്തിൽ വർക്ക് തീർന്നിട്ടേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആ വർക്ക് സ്പീഡാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇത് ഞാൻ പത്രസമ്മേളനത്തിൽ പത്രക്കുറിപ്പിൽ കൊടുത്താണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് പോയിന്റ് ബൈ പോയിന്റ് പെട്ടെന്ന് ആവർത്തിക്കുകയാണ്. പനമ്പള്ളി നഗർ മുതൽ നമ്മുടെ തേവര വരെയുള്ള തേവര പേരണ്ടൂർ കനാലിൻ്റെ ആ ഒരു സ്ട്രെച്ച് മഴ മൺസൂണിലും മൺസൂണിന് ശേഷവും ഞങ്ങളത് സ്ഥിരമായിട്ട് സിൽക്ക് പുഷർ വെച്ചിട്ട് ഞങ്ങളത് സ്ഥിരമായി ഒരു ക്ലീനിങ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് കോടതിയുടെ ഉത്തരവാണ്. വീഡ് ഹാർവെസ്റ്റർ ഞങ്ങൾ രാമേശ്വരം കൽവത്തി കനാലിൽ കഴിഞ്ഞ വർഷം കോരിയ സ്ഥലത്ത് ഉപയോഗിക്കും. എനിക്ക് മാധ്യമങ്ങളോട് 2 റിക്വസ്റ്റ് ഉണ്ട്. ഒന്ന്, ഇന്നലെ മാതൃഭൂമി ന്യൂസ് വളരെ കാര്യമായി ഈ കാര്യം എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയുണ്ടായി. കാരണം നമ്മുടെ ഈ വേസ്റ്റ് കൊണ്ടുപോയി, അത് ഹൈക്കോടതിയും പറഞ്ഞു, കാനയിൽ കൊണ്ടുപോയി തള്ളുന്നൊരു സിസ്റ്റം പല സ്ഥലങ്ങളിലും ഉണ്ട്. ദയവായി നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ളൊരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തണം. കാരണം നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു വിഭാഗമാണ്. ഒരു 4th പില്ലർ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത്, ആരും കിറ്റ് കെട്ടി പുറത്തെറിയരുത് എന്ന കാര്യം വളരെ സീരിയസ് ആയി തന്നെ നിങ്ങൾ ടേക്കപ്പ് ചെയ്യണം. കാരണം ഇത് ഏതെങ്കിലും ഒരു മേയറുടെ പ്രശ്നമല്ല. നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ പൊതു സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അപൂർവം ചില ആളുകൾ. ബ്രഹ്മപുരത്തിന്റെ സമയത്താണെങ്കിൽ നമുക്ക് സിസ്റ്റത്തിനൊക്കെ കുഴപ്പമുണ്ടായിരുന്നു വേസ്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ ആ പ്രശ്നമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കിറ്റ് കെട്ടി പുറത്തേക്ക് ഇങ്ങനെ അത് പ്രധാനമായും കാനയിലേക്ക്. നിങ്ങൾ ഇപ്പോൾ നോക്കിക്കോ, പേരണ്ടൂർ കനാലിൽ നമ്മൾ കോരിയെന്ന് വിചാരിച്ചു, 4 ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ സ്ഥലങ്ങൾ വരെ പറയാം. ഞാൻ വരുന്ന റൂട്ടായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ശാസ്ത്ര ടെമ്പിൾ റോഡിന്റെ ഒരു കൽവർട്ട് ഉണ്ട്. ആ കൽവർട്ട് കയറി കഴിഞ്ഞാൽ കാണാം അവിടെ എല്ലാം ഈ കിറ്റ് കെട്ടിയിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. ഇത് നമ്മുടെ നാട്ടിൽ നിന്നും പോകേണ്ട ഒരു സംസ്കാരമാണ്. അതിൽ ദയവായി മാധ്യമപ്രവർത്തകരുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു.